നമുക്ക് ആദർശിന്റെ നയനയുടെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് അഭി നാഗേന്ദ്രനും കൂടെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പൊ അഭി നാഗേന്ദ്രനോട് പറഞ്ഞു, അച്ഛാ ഈ പറയുന്ന അനാമിക്ക് ജോലി കൊടുത്തോണ്ട് ശരിയാകൂടാ മോനെ. ഞാൻ അല്ല പറയുന്നേ, ചില സമയങ്ങളില് അവരെ പോലുള്ളവരൊക്കെ നമുക്ക് ഗുണം ചെയ്യും. കാരണം ചാവേറുകളാക്കാന്നേ ഈ വേണു അനാമിയൊക്കെ നമ്മുടെ കൂടെ നിൽക്കട്ടെ. ഒരിടയ്ക്ക് ഒരുത്തിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അനന്തപുരിയിലെ ആദർശ്, നമ്മുടെ കമ്പനിയിലെ വിവരങ്ങളൊക്കെ ചോർത്താനായിട്ട് എന്ന് പറഞ്ഞ പോലെ ഇവരും നമുക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ട് കാറിലേക്ക് കയറി പോകുന്ന കാഴ്ച അത് അജയൻ കണ്ടായിരുന്നു. ഓഹോ എന്നൊരു ചിന്ത അജയന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അങ്ങനെ ഒടുവില് അജയൻ എന്ത് ചെയ്തു, വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ പോയി വേണം. അതേസമയം ഹാളിലിരുന്ന് ഭയങ്കര ചർച്ചയില ജാനകിയും ജലജയും കൂടെ. ജാനകിയോട് ജലജ പറഞ്ഞു, ആ നന്ദു എന്ന് പറയുന്നയാളെ കല്യാണം കഴിക്കില്ല നവീൻ ഓർത്തിരിക്കുമായിരുന്നല്ലോ നമ്മള്. കാരണം പത്മ സമ്മതിക്കില്ലെന്ന്. പത്മ എത്ര നെറുകെട്ടാളോ നോക്കി. പത്മ ബന്ധം ആലോചിച്ചോണ്ട് എന്നിരിക്കുന്നു. നമ്മളല്ലേ പറഞ്ഞേ പത്മ അങ്ങോട്ടേക്ക് പോവില്ലെന്ന്. പത്മ ഇപ്പം മുൻനിരയിൽ തന്നെയുണ്ട്. എന്റെ ദേവേ, എന്നാലും ഇങ്ങനെ ഒരു കുടുംബത്തെ ഞാൻ കണ്ടിട്ടില്ല. ആ നന്ദു എന്ന് പറയുന്നവൾക്ക് ഒരിക്കലും ഒരു നല്ല ബന്ധം പാടില്ലായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പം ജാനകി പറഞ്ഞു, എന്ത് ചെയ്യാനാ, പത്മത്തിന്റെ മനസ്സ് ഇങ്ങനെയൊക്കെ ആവുന്ന നമ്മൾ വിചാരിച്ചോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഒരു കൊടുങ്കാറ്റ് പോലെ അവിടേക്ക് കയറി വരുവാണ് അജയൻ വന്നിട്ട് ജലജോട് ചോദിച്ചു, നിന്റെ മോൻ എന്താ ചെയ്തോണ്ടിരിക്കണം നിനക്കറിയാവെന്ന് ചോദിച്ചു. എന്ത്? അവൻ നിന്നെ പറ്റിച്ചോണ്ടിരിക്കുക. നിന്നെ നല്ല ഒന്നാം തരമായിട്ട് പറ്റിച്ചോണ്ടിരിക്കുക. എന്നെയോ? അതെ, അവനെ ആ നാഗേന്ദ്രനോടൊപ്പം കാലിൽ കയറി പോന്ന് കണ്ടിട്ടാ ഞാൻ വരുന്നേന്ന് പറഞ്ഞു. നിന്നോട് അവൻ എന്താ പറഞ്ഞത്? നാഗേന്ദ്രനുമായിട്ട് അവന് ഒരു കണക്ഷൻ ഇല്ലെന്ന്. പക്ഷെ നേരെ തിരിച്ചടിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ജലജയ്ക്ക് സഹിച്ചില്ല. സത്യമാണോ അജയേട്ടാ പറയണേ? ഞാനിതിനെ കള്ളത്തരം പറയണേ? അറിയാലോ, നാഗേന്ദ്രനുമായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ അത് നിനക്കും ദോഷം ചെയ്യും, എല്ലാവർക്കും ദോഷം ചെയ്യുന്ന കാര്യ. അത് നിന്റെ മനസ്സിലുണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. ഈ സമയത്താണ് ഒരു കാറ് വന്നിരിക്കുന്നത്. കാറിനകത്തുനിന്ന് അഭി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അഭി ഇറങ്ങി വന്ന പടി അജയൻ അവിടേക്ക് നിന്നു. അജയൻ ചെന്നിട്ട് ചോദിച്ചു, നീ ഇത് എവിടെയായിരുന്നടാന്ന് ചോദിച്ചു. അപ്പോഴേക്കും ജലജ ചോദിച്ചു, അല്ല നീ ഇത് എങ്ങോട്ട് പോയതായിരുന്നു അഭി? അത് പിന്നെ ഞാനൊരു ഫ്രണ്ടിനെ കാണാനായിട്ട്. അപ്പോഴേക്കും ജാനകി ചോദിച്ചു, ഏത് ഫ്രണ്ടിനെ കാണാനായിട്ട്? അത് എൻ്റെ ഒരു ഫ്രണ്ട്. ആകെപ്പാടെ ഒരു ടെൻഷനായിപ്പോയി അഭിക്ക്. അപ്പോഴേക്കും അജയൻ അങ്ങോട്ട് അവന്റെ അടുത്തേക്ക് ചെന്നു. ഈ സമയത്ത് ജാനകി ചോദിച്ചു, നാഗേന്ദ്രനാണോടാ നിന്റെ ഫ്രണ്ട് എന്ന് ചോദിച്ചു. അല്ല, അത് ഞാന് എടാന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് അജയന് അവരെ കാരണം തീർത്തുനിന്ന് പൊട്ടിക്കുവാണ് അബിയുടെ. എന്നിട്ട് പറഞ്ഞു, നിന്നോട് ആര് പറഞ്ഞത് അവനെ കാണാൻ പോകാനായിട്ട്? അയാളെ പോലൊരു ദുഷ്ടനെ, ഈ കുടുംബത്തെ ചതിച്ചവന്, ഈ കുടുംബത്തിന് നാശം കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവന് അവനെ കാണാൻ പോകാൻ നിന്നോട് ആര് പറഞ്ഞിടാന്ന് ചോദിച്ചു അടിക്കുവാണ്. ഇത് കണ്ടോണ്ട് അവന്തിയൊക്കെ വരുന്ന അവന്തിയൊക്കെ ഞെട്ടിപ്പോയി. ആ ദൃശ്യം നയനയും കൂടെ ഇറങ്ങി വന്നു. എടാ, നിന്നോട് അയാളുമായിട്ട് യാതൊരു ബന്ധത്തിനും പോവല്ലെന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് നീ എന്ത് കാണിക്കാനാ പോയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, എന്തിനാ ചേട്ടാ അവന്റെ കർണം തീർത്ത് അടിക്കുന്നേ? അവനെ അടിക്കുവല്ലേ എന്നെ, അവനെ കൊല്ലുക ചെയ്യണ്ടേ, അല്ലെങ്കിൽ അവന്റെ കൈയും കാലും അങ്ങ് തല്ലി ഒടിച്ചിടുക, അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. കാല് തല്ലി ഒടിച്ച പിന്നെ അവൻ കാണാൻ പോകത്തില്ലോ എന്ന് പറഞ്ഞു. ആദർശയ്ക്ക് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പത്തേന് ജലജ ചോദിച്ചു, അല്ല നീ എന്താ ആദർശം ഇങ്ങനെ നിൽക്കുന്നേ? സാധാരണഗതിയില് എന്തേലും നിസ്സാര കാര്യം ഉണ്ടെങ്കിൽ അവനെ ഇട്ട് പേടിപ്പിക്കുന്ന അവനെ അടിക്കുകയൊക്കെ ചെയ്യുന്നതാണല്ലോ. നിനക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാല്ലേ? അവന്റെ കാര്യത്തില് നിനക്കൊരു തീരുമാനമില്ലേ? ഒന്നുമല്ലേലും അവന്റെ കർണം തീർത്തൊന്ന് കൊടുക്കാൻ മേലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അതെ, ഈ പറയുന്ന അഭിനേക്കാളും നാഗേന്ദ്രനെക്കാളും തെറ്റ് ചെയ്തവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അജയനും ജലജയൊക്കെ ഒന്ന് ഞെട്ടിപ്പോയി. എന്നിട്ടാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അജയൻ ചോദിച്ചു, നീ ആരെ ഉദ്ദേശിച്ചാടാ പറഞ്ഞെന്ന് ചോദിച്ചു. ആരെ ഉദ്ദേശിച്ചാണ് അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ജലജ ആടിക്കരി പറഞ്ഞു, എനിക്കറിയാം, ഞാൻ തെറ്റ് ചെയ്തവളാണ്, സമ്മതിച്ചു എന്നും പറഞ്ഞോണ്ട് ആ നാഗേന്ദ്രനെ പോലെ ഒരുത്തനെ ഈ വീട്ടിലേക്ക് വീണ്ടും കയറി വന്നാലത്തെ സ്ഥിതിയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അയാളെപ്പോലൊരു ദുഷ്ടനെ ഞാൻ എൻ്റെ ജന്മത്തിൽ കണ്ടിട്ടില്ല. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, എടാ അബി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ അവനുമായിട്ട് കൂട്ടുകൂടാൻ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ സ്ഥാനം വീണ്ടും പുറത്തായിരിക്കും. ഇനി അയാളെ പോയി കണ്ടിട്ട് നീ ഇവിടേക്ക് വരാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നടക്കില്ല. നിനക്ക് പിന്നെ ഈ വീട്ടിലേക്ക് വരാൻ കഴിയില്ല. അയാളെ പോയി കണ്ട് ആ വഴിക്ക് പോയിക്കോണം. ഈ വീട്ടിലേക്ക് വന്നേക്കരുത്. അറിയാലോ, അയാളുമായിട്ട് കൂട്ടുകൂടുന്ന ആർക്കും ഈ വീട്ടിലൊരു സ്ഥാനം ഉണ്ടായിരിക്കില്ല.
അത്രയ്ക്ക് ദുഷ്ടനാ അയാള്. അയാള് ചെയ്ത പ്രവൃത്തികളൊക്കെ അത്ര പെട്ടെന്നൊന്നും ആർക്കും മറക്കാനും പൊറുക്കാനും പറ്റുന്നതല്ല. പറഞ്ഞു കേട്ടല്ലോ, ഇത് അവസാന താക്കിയതാ, ഇനി ഇത് ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോളർന്ന് കയറി വീണ്ടും കുത്തിപ്പിടിച്ചു. അഭി ഇങ്ങനെ വല്ലാതെ നിൽക്കുകയാണ്. അങ്ങനെ അജയൻ അകത്തേക്ക് അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞപ്പോ ജലജ വന്നിട്ട് അവന്റെ കോളറിന് കയറി കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, എടാ നാശം പിടിച്ചവനെ, എന്തിനാടാ നീ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നേ? അവൻ അച്ഛനെ കാണാൻ പോയിരിക്കുന്നു, നാണമില്ലാത്തവനെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ദേവേനെ എന്നിട്ട് ചോദിച്ചു, എന്തിനാടാ അഭി നീ എല്ലാവരുടെയും തല്ലൊക്കെ ഇങ്ങനെ മേടിച്ചു കൂടുന്നേ? ഇതിന്റെ ആവശ്യമുണ്ടോ നിനക്ക്? മാന്യമര്യാദയ്ക്ക് ജീവിച്ചാ പോരെ. അയാളെ കാണാൻ പോവല്ലെന്ന് പറഞ്ഞ പിന്നെ അയാളെ പോണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് അവന് നിൽക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു. എല്ലാരും അഭിയെ കുറ്റപ്പെടുത്തുവാണ്. അവന്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയത്ത് ജാനകി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവന്റെ നിപ്പ് കണ്ടില്ലെന്ന് ചോദിച്ചു. അഭിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. വല്ലാത്തൊരവസ്ഥയായിപ്പോയായിരുന്നു. അഭി ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരുടെയും വക ഓരോരുത്തരായിട്ട് അവനിട്ട് കൊടുത്തോണ്ടിരുന്നു. ആ സമയത്ത് ആദർശനും നയനിക്കൊക്കെ ചില സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അജയന്റെയൊക്കെ കാര്യത്തില്. കുറച്ച് കഴിഞ്ഞപ്പോ ആദർശം നയനയും കൂടെ സംസാരിക്കുന്ന സമയത്ത് ആദർശ് പറഞ്ഞു, ഇളയച്ചൻ ഇത്ര മാത്രം ദേഷ്യപ്പെടുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയതാണോ? സാധാരണഗതിയിൽ അബിയും നാഗേന്ദ്രനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളയച്ചൻ എന്താ ചെയ്യണ്ടേ? വന്ന് മുത്തശ്ശനോട് പറയണം. മുത്തശ്ശനല്ലേ അവന്റെ കർണം തീർത്തടിച്ചു പൊട്ടിക്കണ്ടേ? മുത്തശ്ശനല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. പക്ഷെ ഇവിടെ നേരിട്ട് ഇളയച്ചൻ ഇടപെട്ടിരിക്കുക. അതെന്താന്ന് എനിക്ക് മനസ്സിലാകത്തെ. ഈ നാഗേന്ദ്രൻ ഈ വീട് വിട്ടു പോയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇളയച്ചനും ഇളയമ്മയ്ക്കും അതുപോലെ തന്നെ അപ്പച്ചിക്കും അറിയാൻ തോന്നേ. പക്ഷേങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഇളയച്ചനോട് ചോദിക്കാൻ പറ്റില്ല. മുത്തശ്ശൻ എന്തായാലും പറയത്തില്ല. അപ്പൊ ഇളയച്ചനോട് ചോദിക്കാന്ന് കരുതിയിരുന്ന എന്താണെന്നറിയത്തില്ല. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഇളയച്ചൻ എന്നോടൊരു അകൽച്ച പോലെയുണ്ട്, എന്തോ ഒരു വെറുപ്പ് പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നയന പറഞ്ഞു, അത് ശരിയാ, ഒരു പക്ഷേ ഇളയച്ചനും അറിയാവുന്ന എന്തോ ഒരു വലിയ കാര്യമാണ്, എന്തോ കാര്യത്തെ ഇളയച്ചനും ഭയക്കുന്നുണ്ടെന്നാ തോന്നിയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് പറഞ്ഞു, എന്താണെങ്കിലും നമുക്കത് കണ്ടുപിടിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞു. അല്ല, ഈ പറയുന്ന അവന്തേക്ക് ഇനിയിപ്പൊ അയാളുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കോ പോലും. നയനെ പറഞ്ഞ് കണക്ഷൻ ഉണ്ടോന്നും അറിയത്തില്ല. പക്ഷെ അനിയുമായിട്ടുള്ള ബന്ധം മുടങ്ങിയതിന് ശേഷം അവൾ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും നമ്മള് ഈ ബിസിനസ്സിനെ കുറിച്ചൊന്നും ഇവിടെ സംസാരിക്കുന്നില്ലല്ലോ. കാരണം അബി ആ വിവരങ്ങളൊക്കെ കൊണ്ട് ചോർത്തി കൊടുക്കുമായിരിക്കും. ഇവിടെ നടക്കുന്ന ഓരോ സംഭാഷണങ്ങളും അതുപോലെ തന്നെ അവന്തിയോട് നമ്മൾ എല്ലാ സത്യങ്ങളും തുറന്നു പറയണ്ട. അവളെ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഈ പറയുന്ന അനിയുടെ ചോര തന്നെയല്ലേ അവളും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം നയനെന്ന് പറഞ്ഞു. പിന്നീട് അജയനകത്തേക്ക് നമ്മൾ കയറി പോകുമ്പോഴത്തേനും അനിയ അവിടെ നിൽക്കുന്നുണ്ട്. ജാനിയും കൂടെ ഉണ്ടായിരുന്നു. അനിയുടെ അടുത്തേക്ക് എന്നിട്ട് അജയൻ പറഞ്ഞു, എടാ നിന്റെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നടന്നില്ലേ? ഇനിയിപ്പൊ നല്ല നല്ല ആലോചനകൾ വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞു. ദേച്ചാ, എന്റെ മനസ്സിലുള്ള ഞാൻ കാര്യം തുറന്നു പറഞ്ഞു. എനിക്ക് വേറൊരു കല്യാണാലോചന വേണ്ട. എന്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞു. എടാ, അത് നടക്കാൻ പോകുന്ന ബന്ധമല്ല എന്ന് ജാനകി പറഞ്ഞു. നന്ദു നവീനും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോവാ. പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ പൊട്ടത്തരം പറയണേ? അത് കേട്ടപ്പം അജയൻ പറഞ്ഞു, അതെ, അവര് തമ്മിലുള്ള വിവാഹമാ. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് വേറെ കല്യാണം കഴിക്കണം. അപ്പോഴേക്കും അനി പറഞ്ഞു, അതൊന്നും നടക്കില്ല അച്ഛാ. എന്റെ മനസ്സിലുള്ള പെൺകുട്ടിയാ അവള്. അത് മാത്രമല്ല, അവൾക്ക് ഈ ബന്ധത്തിനൊന്നും താല്പര്യമില്ല. അപ്പോഴേക്കും അജയൻ ചോദിച്ചു, നിന്നോട് ആര് പറഞ്ഞത്? അതെനിക്കറിയാം. ആ അതെ, ഇനിയിപ്പൊ അവൾക്ക് താല്പര്യം ഇല്ലെങ്കിലും ശരി, അവളുടെ മനസ്സ് വേറെ എന്താണെങ്കിലും ശരി, ഈ ബന്ധം നടക്കാൻ പോകുന്നില്ല. പറയുന്ന കേട്ടല്ലോ. മര്യാദയ്ക്ക് അവളെ പോലുള്ള ഒരുത്തിനെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് വേറെ കല്യാണം കഴിക്കാൻ നോക്കണം. അച്ഛൻ എന്താച്ചാ ഇങ്ങനെ പറയണേ? അച്ഛൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. മുമ്പ് അവളെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനോട് അച്ഛന് താല്പര്യമായിരുന്നല്ലോ. ഇപ്പോഴും ഇങ്ങനെയാ. അവളുടെ സ്വഭാവം അത്ര ശരിയൊന്നുമല്ല. ഒരു വീട്ടിൽ നിന്ന് തന്നെ 3 പെണ്ണുങ്ങളായി വീട്ടിലേക്ക് വരണ്ട. ഇതെന്ത് വർത്താനാ അച്ഛൻ പറയണേ? അവളുടെ സ്വഭാവം ശരിയല്ലെന്നോ? എടാ, 3-4 ചാണങ്ങൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നവളാ അവള്. ഇടിച്ച് പരുവാക്കുന്ന വെറുതെ ഒരു പ്രശ്നത്തിലേക്ക് നീ എന്ത് തലയണ്ട. കുടുംബത്തിൽ സ്വസ്ഥതയോ സമാധാനമൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ അച്ഛനല്ലേ പറഞ്ഞ പെൺകുട്ടികളായ അവളെ പോലെ വേണമെന്ന്. എന്നിട്ടിപ്പം അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണേ? ജാനകി പറഞ്ഞു, എടാ, ഇപ്പോഴാണ് അവളുടെയൊക്കെ സ്വഭാവം നന്നായിട്ട് മനസ്സിലായ നിന്റെ അച്ഛന്. നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? ആ സമയത്ത് അനി പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളുടെ കഴുത്തിൽ മാത്രമേ താലി ചേർത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് വേറൊരു ബന്ധം വേണ്ടാന്ന് പറഞ്ഞു. നീയാണെന്ന് പറഞ്ഞോണ്ട് അജയൻ അടിക്കാണ്ട് ചെന്നു അനിയെ. പെട്ടെന്ന് ജാനകി അങ്ങോട്ട് കയറി പിടിച്ചു. അജയൻ ദേഷ്യത്തോടെ അനിയുടെ നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. അവളെ പോലുള്ള ഈ വീട്ടിലേക്ക് കയറി വരുമെന്ന് നീ സ്വപ്നത്തിൽ വിചാരിക്കണ്ടെന്ന് പറഞ്ഞു. എന്റെ വാക്കിന് വില കൽപ്പിച്ചില്ലെങ്കിലുണ്ടല്ലോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറഞ്ഞു. അജയൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ജാനകി അനിയോട് പറഞ്ഞു, നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ?
നിന്റെ എല്ലാ തോന്നിയാസങ്ങൾക്ക് നിന്റെ അച്ഛൻ കൂട്ടിയിരിക്കുന്നോ? അങ്ങേരുടെ ഒരു മുഖം മാത്രം നീ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മര്യാദയ്ക്ക് പറയുന്ന അനുസരിച്ച് അടങ്ങി ഒതുങ്ങി നിന്നാ നിനക്ക് കൊള്ളാം, അല്ലെങ്കിലുണ്ടല്ലോ എന്നും പറഞ്ഞ് ജാനകിയും കൂടെ അങ്ങോട്ട് പോയി. എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അജയന്റെ ഈ മാറ്റം. ഇത്ര പെട്ടെന്ന് അച്ഛൻ എങ്ങനെ ഇങ്ങനെ മാറുന്നേ? പിന്നീട് നേരെ സിറ്റൗട്ടിലേക്ക് വന്നു. അവിടെ ആദർശം നയനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അനി എന്നിട്ട് പറഞ്ഞു, എന്ത് പറ്റിയെന്ന് അറിയില്ല അച്ഛന്. അവള് നന്ദൂരെ കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞു. നന്ദൂരെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. മുമ്പ് വരെ എനിക്ക് സപ്പോർട്ട് ചെയ്തോണ്ടിരുന്ന ഈ പറയുന്ന അബിയെ തല്ലിയിട്ട് നേരെ എൻ്റെ അടുത്തേക്കാ വന്നേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, എന്തോ ഒരു കാര്യമുണ്ട്. നയന പറഞ്ഞു, അത് ശരിയാ. ഇളയച്ചന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. നേരത്തെ ഇളയച്ചൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞങ്ങളോട് പോലും ഇപ്പൊ ഒരു അകൽച്ചയെ കാണിക്കണേ. അതിന്റെ കാരണം ഏകദേശം ഞങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞു. അനി പറഞ്ഞു, എന്താണെങ്കിലും പറയട്ടാ, ഞാനും കൂടെ അറിയട്ടെ. നയന പറഞ്ഞു, അങ്ങനെ കൂടെ മുഴുവൻ പറയാറായിട്ടില്ല എന്ന് പറഞ്ഞു. അനി പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ എതിർത്താലും, അച്ഛൻ എതിർത്താലും അമ്മ എതിർത്താലും എന്റെ മനസ്സിൽ നന്ദു മാത്രമേ ഉള്ളൂ. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അവളെ കല്യാണം കഴിക്കുള്ളൂ, അല്ലാതെ വേറൊരു പെൺകുട്ടിയുടെ കഴുത്തില് ഇനി ഞാൻ താലി ആർത്തില്ല. പക്ഷെ അച്ഛൻ ഇത്രമാത്രം എതിർത്ത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അച്ഛൻ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അച്ഛന്. നയന പറഞ്ഞു, അതെ, അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇളയച്ചൻ എന്തൊക്കെയോ കാര്യമായിട്ട് മാറ്റമുണ്ട്. അത് മാത്രമല്ല, ആദർശേട്ടൻ പറഞ്ഞു ഇപ്പൊ ഇളയച്ചൻ പഴയതുപോലെ ജോലിക്കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാ. ആ സമയത്ത് അനി പറഞ്ഞു, എന്ത് തന്നെയാണല്ലോ ആയിക്കോട്ടെ, അച്ഛൻ പറഞ്ഞാലും അമ്മ പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും ആദർശൻ നയനയോട് പറഞ്ഞു, കണ്ടില്ലേ ഇളയച്ചന്റെ മാറ്റം? ഇളയച്ചൻ എന്തിനോ ഭയക്കുന്നുള്ള പോലെ, അല്ലെങ്കിൽ ഇളയച്ചൻ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളെ പോലും അകറ്റി നിർത്തുമല്ലേ. ഇപ്പൊ നന്ദു ഈ വീട്ടിലേക്ക് വരണ്ടാന്ന് പറഞ്ഞതിന്റെ പിന്നിൽ നന്ദുവിനെ ഭയക്കുന്നുണ്ടോ എന്നൊരു സംശയമില്ലായില്ല എന്ന് പറഞ്ഞു. നയന പറഞ്ഞു, അത് ശരിയാ, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതെന്താന്ന് നമുക്ക് കണ്ടുപിടിക്കണം ആദർശേട്ടാ. എങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ അറിയാൻ സാധിക്കുള്ളൂ. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, നമ്മളന്ന് ശങ്കരൻ മാമന്റെ അടുത്ത് ചെന്നപ്പോ മാമൻ പറഞ്ഞ കാര്യങ്ങള്, മുത്തശ്ശന്റെ വിശ്വസ്തനായിരുന്നു. അന്ന് കാര്യങ്ങളൊക്കെ നമ്മളോട് തുറന്നു പറഞ്ഞതല്ലേ. ഒരിക്കലും ശങ്കരൻ മാമ നമ്മളോട് കള്ളത്തരം പറയേണ്ട കാര്യമില്ല. നാഗേന്ദ്രനെ കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞ, പിന്നെ ഈ പറയുന്ന നാഗേന്ദ്രനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള കാരണം അറിയത്തില്ലാത്ത. സാരമില്ല, നമുക്ക് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ അബീയുടെ അടുത്തേക്ക് നവി എന്നിട്ട് ചോദിച്ചു, അല്ല ഈ ഇളയച്ചൻ അല്ല അമ്മാവൻ ഇത് എന്തു പറ്റിയടാന്ന് ചോദിച്ചു. സാധാരണഗതിയില് ഈ പറയുന്ന നാഗേന്ദ്രനെ, അതായത് നിന്റെ അച്ഛനെ കാണാൻ പോയെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശനും അവരൊക്കെയല്ലേ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടേ. പക്ഷെ അമ്മാവൻ വന്ന് നിന്റെ കർണത്തടിച്ചു. അബി പറഞ്ഞ, അതാ എനിക്കും മനസ്സിലാകാത്ത, അമ്മാവൻ എന്താ പറ്റിയെന്നുള്ളത്. അമ്മാവനാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം. ഞാൻ അച്ഛനെ കാണാൻ പോയത് അമ്മയെക്കാളും എല്ലാരേക്കാളും കൂടുതൽ ദേഷ്യം അമ്മാവനാണ്. ഇത് കേട്ടപ്പോ നവി പറഞ്ഞു, അത് ശരിയാ, അമ്മാവനും പിന്നെ അമ്മായിക്കും അതുപോലെ തന്നെ ഈ പറയണേ നിന്റെ അമ്മയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം. അതിന്റെ കാരണം എന്താ നിനക്കറിയോ? ഞാൻ എങ്ങനെ അറിയാനാ? ഇനിയിപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ എന്റെ അച്ഛനെ കാണാൻ പോകുക തന്നെ ചെയ്യും. എടാ, അങ്ങനെ പോയെന്ന് പറഞ്ഞാൽ പിന്നെ നിനക്ക് ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടായിരിക്കില്ല. ആയിക്കോട്ടെ എടി, ഞാൻ എന്താണ് ഇനി ഇവിടെ നിന്നിട്ട് കൂടുതൽ വളരാനൊന്നും പോകുന്നില്ല. എന്റെ അച്ഛനെ മൂർത്തി ജ്വല്ലറിയുടെ താഴേക്ക് പോയെങ്കിലും എൻ ജ്വല്ലറി ഇപ്പം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോടികളുടെ ആസ്തിയുണ്ട്. എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോട്ടെ. ഇറക്കി വിട്ടാൽ ഞാൻ നല്ല അന്തസ്സോടുകൂടി എന്റെ അച്ഛനോടൊപ്പം പോയി ജീവിക്കും. പിന്നെയാണോ ഇവരൊന്നും നോക്കിയിട്ടുണ്ട് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കണ്ടു, ഞാൻ അവിടെ പോയാണ് വളരാനായിട്ട് പോന്നേ. അതും പറഞ്ഞ് അഭി അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പം നവ്യ പറഞ്ഞു, ഒരു കാരണവശാലും നടക്കില്ലടാ. അതിന്റെ തടസ്സം വേറെ ആരും ആയിരിക്കില്ല, ഞാൻ തന്നെ ആയിരിക്കും നിന്റെ വളർച്ച മുരടിപ്പിക്കുന്നത്. ഞാനാടാ നിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് മനസ്സിൽ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ നന്ദു ആകെപ്പെട്ട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേനും കനക വന്നിട്ട് പറഞ്ഞു, നന്ദൂട്ടാ കുറച്ച് മഞ്ഞൾ അരച്ചു തരട്ടെ അമ്മയെന്ന് ചോദിച്ചു. എന്തിന്? അതൊക്കെ മുഖത്ത് തേക്ക്, ഒന്ന് മുഖമൊക്കെ ഒന്ന് വെട്ടിത്തള്ളങ്ങട്ടെ. എൻഗേജ്മെന്റ് സമയമൊക്കെ ആകുമ്പത്തേനും നല്ല സുന്ദരിയായിട്ടിരിക്കണം. ആരും എന്നെ നന്ദൂട്ടനെ നോക്കണം. അമ്മേ ഒന്ന് പോകുന്നുണ്ടോ അവിടുന്ന്? ഇപ്പൊ ഇതാ കുഴപ്പമായത്. നവീൻ മോന്റെ അച്ഛൻ വന്നു കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ വിവാഹം നടക്കില്ലേ? എന്റെ അമ്മ, എനിക്കിപ്പോ പെട്ടെന്ന് വിവാഹം വേണ്ടിയിരുന്നില്ല. അതെന്താ? അല്ല, ഈ പറയുന്ന നവീനന്റെ അമ്മയെ കൊണ്ട് നവീനെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചാന്ന് തോന്നേ. ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നാലും അവർക്ക് എന്നെ ഇഷ്ടമൊന്നും ആയിരിക്കില്ല. അങ്ങനെയൊന്നും ഇല്ല നന്ദൂട്ട, സ്വന്തം മോളെ പോലെ കരുതുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും അമ്മേ, എനിക്ക് കുറച്ച് നാളും കൂടെ ഒന്ന് ഫ്രീ ആയിട്ട് നടക്കണമായിരുന്നു. അതിനെന്താ, ഫ്രീ ആയിട്ട് നടന്നു. കല്യാണം കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് അങ്ങ് നടന്നു. അതിനൊന്നും ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ നന്ദു നിൽക്കുക. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.